ക്രിസ്തുവിലുള്ള പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ഉപമ പറയുന്നു. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഒരു പരീശനായിരുന്നു, സമൂഹം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തു. മറ്റൊരാൾ ഒരു നികുതി പിരിവുകാരനായിരുന്നു, ആളുകൾ പാപി എന്നും രാജ്യദ്രോഹി എന്നും കരുതിയിരുന്ന ഒരാൾ. ഇരുവരും പ്രാർത്ഥിക്കാൻ വന്നു, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. പരീശൻ ആത്മവിശ്വാസത്തോടെ നിന്നുകൊണ്ട് തന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചു. കള്ളന്മാരെപ്പോലെയോ പാപികളോ സമീപത്ത് നിൽക്കുന്ന നികുതി പിരിവുകാരനെപ്പോലെയോ അല്ലാത്തതിൽ അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അവൻ തന്റെ നല്ല പ്രവൃത്തികളും മതപരമായ ആചാരങ്ങളും പട്ടികപ്പെടുത്തി. അവന്റെ പ്രാർത്ഥനയിൽ അഭിമാനവും താരതമ്യവും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നികുതി പിരിവുകാരൻ അകലെ നിന്നു. സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മാർത്തടിച്ചുകൊണ്ട് അവൻ വെറുതെ പ്രാർത്ഥിച്ചു, ദൈവമേ, പാപിയായ എന്നിൽ കരുണ കാണിക്കണമേ. ഒരു ഒഴികഴിവുമില്ല, താരതമ്യവുമില്ല, അഹങ്കാരവുമില്ല, എളിമയും സത്യസന്ധവുമായ ഒരു ഹൃദയം മാത്രം. യേശു നമ്മോട് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നു. പരീശനല്ല, ദൈവമുമ്പാകെ നീതീകരിക്കപ്പെട്ട വീട്ടിലേക്ക് പോയത് നികുതി പിരിവുകാരനാണ്. എന്തുകൊണ്ട്? കാരണം മറ്റുള്ളവരുമായി നാം എങ്ങനെ താരതമ്യം ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മെ അളക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെയാണ് അവൻ നോക്കുന്നത്. കരുണയുടെ ആവശ്യകത അറിയുന്ന ഒരു എളിമയുള്ള ഹൃദയം എപ്പോഴും ദൈവത്തോട് അടുത്തിരിക്കും. മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ജ്ഞാനം ഈ സത്യത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. ഒരിക്കൽ ഒരു സന്യാസി മറ്റൊരു സന്യാസി പാപത്തിൽ വീഴുന്നത് കണ്ടു. രഹസ്യമായി താൻ ഉന്നതനാണെന്ന് തോന്നി. പിന്നീട് അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഒരു ചോദ്യം കേട്ടു, നിങ്ങളിൽ ആരാണ് ലോകത്തിന്റെ പാപങ്ങൾക്കുവേണ്ടി മരിച്ചത്? ഉടനെ അവൻ തന്റെ തെറ്റ് മനസ്സിലാക്കി. അവനും ദൈവത്തിന്റെ കാരുണ്യത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചു. നമ്മുടെ സ്വന്തം പൂർണ്ണത കാരണം നമ്മളാരും ദൈവമുമ്പാകെ നിൽക്കുന്നില്ല. മരുഭൂമിയിലെ പിതാക്കന്മാർ അഹങ്കാരത്തിനെതിരെ പോരാടാനും വിനയം പഠിക്കാനും മരുഭൂമിയിലെ നിശബ്ദതയിലേക്ക് ഓടിപ്പോയി. അവരുടെ മരുഭൂമി നിശബ്ദതയുടെയും പ്രാർത്ഥനയുടെയും ഒരു സ്ഥലമായിരുന്നു. ഇന്നത്തെ നമ്മുടെ മരുഭൂമി വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്നു. ശബ്ദങ്ങളും സ്ക്രീനുകളും നിരന്തരമായ താരതമ്യവും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഏറ്റവും മികച്ച പതിപ്പ് അവതരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ നമ്മെ ക്ഷണിക്കുന്നു. പരീശനെപ്പോലെയാകുന്നത് എളുപ്പമാണ്. നിശബ്ദമായി, ദൈവമേ, ഞാൻ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്നതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു എന്ന് ചിന്തിക്കുന്നു. വിശ്വാസം പോലും പ്രകടനമായി മാറാം. സഭകൾക്കും നേതാക്കൾക്കും വിശ്വാസികൾക്കും ചിലപ്പോൾ അംഗീകാരമോ സ്വാധീനമോ കരഘോഷമോ തേടാം. എന്നാൽ ദൈവം പ്രത്യക്ഷതയാൽ മതിപ്പുളവാക്കുന്നില്ലെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹൃദയത്തിന്റെ എളിയ നിലവിളി അവൻ ശ്രദ്ധിക്കുന്നു. ഇന്നത്തെ സഭയിലെ പല ശബ്ദങ്ങളും നമ്മെ ഈ എളിമയിലേക്ക് തിരികെ വിളിക്കുന്നു. എല്ലാ സദ്ഗുണങ്ങളിലേക്കുമുള്ള കവാടമാണ് എളിമ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് നമ്മെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു, പക്ഷേ നാം ദുർബലരും എപ്പോഴും കൃപ ആവശ്യമുള്ളവരുമാണ്. ടിം കെല്ലർ, ജോൺ പൈപ്പർ തുടങ്ങിയ ക്രിസ്തീയ അധ്യാപകർ പലപ്പോഴും ഇതേ സത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. എല്ലാം ഒരു ദാനമാണെങ്കിൽ അഭിമാനത്തിന് ഇടമില്ല. നികുതി പിരിവുകാരൻ ഇത് മനസ്സിലാക്കി. കരുണയുടെ ആവശ്യകതയല്ലാതെ മറ്റൊന്നും തനിക്ക് വാഗ്ദാനം ചെയ്യാനില്ലെന്ന് അവനറിയാമായിരുന്നു. ഇന്ന് നമ്മോട് തന്നെ ചോദിക്കാൻ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ മറ്റുള്ളവരുമായി രഹസ്യമായി സ്വയം അളക്കുകയാണോ? അതോ സത്യസന്ധതയോടും വിനയത്തോടും കൂടി ദൈവമുമ്പാകെ നാം നിൽക്കുകയാണോ? യഥാർത്ഥ വിനയം നമ്മളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നതല്ല, നമുക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയുക എന്നതാണ്. നമ്മുടെ കഴിവുകൾ, വിശ്വാസം, അവസരങ്ങൾ, ക്ഷമ, ഇതെല്ലാം കൃപയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നികുതി പിരിവുകാരന്റെ പ്രാർത്ഥന നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? കർത്താവേ, പാപിയായ എന്നോട് കരുണയുണ്ടാകേണമേ എന്ന ലളിതമായ പ്രാർത്ഥനയോടെ ഓരോ ദിവസവും അവസാനിപ്പിക്കാം. നേട്ടങ്ങളുടെ പട്ടികയല്ല, മറിച്ച് ദൈവത്തിനായുള്ള നമ്മുടെ ആവശ്യത്തെക്കുറിച്ചുള്ള ഒരു എളിയ അംഗീകാരത്തിലൂടെയാണ് നമുക്ക് ആരംഭിക്കാൻ കഴിയുക. മറ്റുള്ളവർ വിജയിക്കുന്നത് കാണുമ്പോൾ അവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നതിനുപകരം നമുക്ക് നിശബ്ദമായി അവരെ അനുഗ്രഹിക്കാനും അവരുടെ ദാനങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാനും കഴിയും. ശ്രദ്ധ തേടാതെ നമുക്ക് സേവിക്കാൻ കഴിയും. ഏകാന്തത അനുഭവിക്കുന്ന ഒരാളെ സന്ദർശിക്കുക, ആശ്വാസം ആവശ്യമുള്ള ഒരാളെ ശ്രദ്ധിക്കുക, നമ്മെ വേദനിപ്പിച്ച ഒരാളോട് ക്ഷമിക്കുക. നമ്മൾ നേതാക്കളോ മാതാപിതാക്കളോ അധ്യാപകരോ പുരോഹിതന്മാരോ പ്രൊഫഷണലുകളോ ആകട്ടെ, നമുക്ക് താഴ്മയുടെ പാത തിരഞ്ഞെടുക്കാം. ശ്രദ്ധാകേന്ദ്രം തേടുന്നതിനുപകരം യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതെങ്ങനെയെന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് തൂവാലയും തടവും തിരഞ്ഞെടുക്കാം. താഴ്മ ബലഹീനതയല്ല, ദൈവകൃപയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നിടുന്ന ശക്തിയാണിത്.
ഉപമയിൽ പരീശൻ ദൈവാലയത്തിൽ പ്രവേശിച്ച അതേ രീതിയിൽ തന്നെ പോയി, തന്നിൽ തന്നെ ആത്മവിശ്വാസത്തോടെ. ചുങ്കക്കാരൻ രൂപാന്തരപ്പെട്ടു, ദൈവത്തിന്റെ കരുണയിൽ വിശ്രമിച്ചു. യേശു ഒരു ശക്തമായ സത്യത്തോടെയാണ് അവസാനിക്കുന്നതെന്നത് ഉയർത്തുന്നവൻ താഴ്മയുള്ളവനാകും, എന്നാൽ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നമ്മളെത്തന്നെ ഉയർത്താൻ നിരന്തരം പറയുന്ന ഒരു ലോകത്തിൽ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കാൻ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. നികുതി പിരിവുകാരന്റെ എളിയ പാതയിലൂടെ നമുക്ക് നടക്കാം. നമ്മുടെ പ്രാർത്ഥന ലളിതവും ആത്മാർത്ഥവുമായിരിക്കട്ടെ: ദൈവമേ, പാപിയായ എന്നിൽ കരുണയുണ്ടാകേണമേ. കാരണം ദൈവം ഉയർത്തുന്നത് എളിമയുള്ള ഹൃദയത്തെയാണ്. ആമേൻ.